പൂച്ചക്കുറിഞ്ഞാലെ പണ്ടൊരിക്കൽ ചന്തത്തിലുള്ളൊരു വീട് വെച്ചു. തക്കാളി കൊണ്ട് തറയൊരുക്കി, ഉള്ളിത്തൊലി കൊണ്ട് നിലമൊരുക്കി. ഖത്തർ ആസ്ഥാനമായ കൊട്ടാരക്കരയുടെ ഒരു മലയാളി സംഘടന, കൊട്ടാരക്കര നിവാസികളുടെ സംഘടന കെഫാക്ക് ജൂലൈ 5 ബഷീർ ചരമദിനത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കുന്നതിനായി, കുട്ടികളിലെ വായനയുടെ മനോഹരമായ നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി നൽകിയതാണ് ഭൂഗോളത്തിൻ്റെ മാതൃകയിലുള്ള ഈ ഷെൽഫും അതിൽ 100ഓളം പുസ്തകങ്ങളും. അത് നമ്മുടെ കുട്ടികൾക്കും സ്കൂളിനും വളരെ പ്രയോജനപ്രദമാണ്. ഇത് നമ്മൾ സ്കൂൾ അധികൃതർ ഇത് ഒരു ഓപ്പൺ എയറിൽ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ ഏത് സമയത്തും കുട്ടിക്ക് വന്ന് ഭയചകിതമെന്നെ പുസ്തകം എടുത്ത് വായിക്കാൻ, ആരോടും അനുവാദം കൂടാതെ ഇഷ്ടപ്പെട്ട പുസ്തകം ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് വായിക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളെല്ലാം വളരെ ആഘോഷത്തിലാണ്. എല്ലാ ഒഴിവു സമയങ്ങളിലും അവരിവിടെ വന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കുന്നുണ്ട്. അത് കാണുന്ന നമുക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ കുട്ടികളിലെ വായനാശീലം ഒരാൾ വായിക്കുമ്പോൾ മറ്റേയാൾക്കും വായിക്കണമെന്നൊരു തോന്നലുണ്ടാകുന്നു. അതുമാത്രമല്ല, ആരോടും ചോദിക്കാതെ പുസ്തകം എടുക്കാൻ കഴിയുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിലെ അധ്യാപകനും എഴുത്തുകാരനുമായ ഒരു അനൂപ് സാറിൻ്റെ സുഹൃത്ത് വഴിയാണ് ഇത്തരം ഒരു സംഘടനയുമായി പരിചയപ്പെടുന്നതും അങ്ങനെയാണ് ഈ ഷെൽഫും പുസ്തകങ്ങളും നമുക്ക് കിട്ടിയതും. ഇനിയും ഒരു പുസ്തകങ്ങൾ കൂടുതൽ തരാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നിധിയായിട്ടാണ് നമ്മളിതിനെ കരുതുന്നത്. നമ്മുടെ മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ്റെ മരണ ദിവസം തന്നെ, ഓർമ്മദിനത്തിൽ നമുക്കിത് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊട്ടാരക്കര നിവാസികൾ ദോഹയിൽ പ്രവാസികളായി പോയ സുഹൃത്തുക്കളായ അവരുടെ ഒരു സംഘടനയാണ് കെഫാക്ക്. ആ കെഫാക്ക് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിന് ഒരു പുസ്തക ഷെൽഫും 100ഓളം പുസ്തകങ്ങളും നമ്മൾക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. ആ പുസ്തക ഷെൽഫ് നമ്മൾ ഗ്ലോബിൻ്റെ രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തത്. ജൂലൈ 5 ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന മനോഹരമായ കഥ മലയാളിക്ക് സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനത്തിൻ്റെ അന്നാണ് ഇത് സ്കൂളിന് സമർപ്പിച്ചത്. ഇച്ചിരിപ്പിടിയോളം ഭൂമിയിൽ പുസ്തകങ്ങൾക്കും പ്രാധാന്യമുണ്ട്, പുസ്തകങ്ങളാണ് ഭൂമിയുടെ സ്പന്ദനങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് നമ്മൾ ഈ പുസ്തക ഭൂമി സ്കൂളിന് സമർപ്പിച്ചത്. കെഫാക്ക് എന്ന് പറയുന്ന സംഘടനയിലെ ഭാരവാഹികളാണ് ഈ ഗ്ലോബ് നമുക്ക് നൽകിയതും. വളരെ മനോഹരമായ പുസ്തകങ്ങളാണ്, കുട്ടികളുടെ താല്പര്യങ്ങൾക്കും അഭിരുചിക്കും ചേർന്ന മനോഹരമായ പുസ്തകങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് ഉച്ച സമയത്ത് കുട്ടികൾ വന്നിരുന്ന് വായിച്ച് ഷെൽഫിൽ തന്നെ വയ്ക്കണം എന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ കുട്ടികൾ സ്വതന്ത്രമായി വായിക്കുകയും അതിന് നിബന്ധനകളില്ല, കുട്ടികൾക്ക് വന്ന് വായിക്കുകയും ആ പുസ്തക ഷെൽഫിൽ തന്നെ പുസ്തകങ്ങൾ തിരിച്ച് വച്ച് പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും കുട്ടികളുടെ അഭിരുചിക്ക് ചേർന്ന പുസ്തകങ്ങളായതുകൊണ്ട് കുട്ടികൾക്ക് വായനയോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം. ഒരിക്കൽ കൂടി കെഫാക്കിൻ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുന്നു. നന്ദി, സ്നേഹം.
പൊട്ടിപ്പാറിപ്പോയി, കുട്ടി കരഞ്ഞു മേ മേ മേ, അമ്മ പറഞ്ഞത് പാറട്ടെ.